അപ്പോൾ വാദത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാദം കുറയ്ക്കാൻ വേണ്ടി? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്മോക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക, എന്നിട്ട് കംപ്ലീറ്റ്ലി അത് ട്രൈ ടു അവോയ്ഡ് ചെയ്യാൻ നോക്കുക. സ്മോക്കിംഗ് ഇസ് എ വെരി റോങ് റിസ്ക് ഫാക്ടർ എന്നുള്ളത് നമ്മൾ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്മോക്കിംഗ് അവോയ്ഡ് തന്നെ ചെയ്യണം. പിന്നെയുള്ളത് നമ്മൾ ഡയറ്റിൽ നമ്മൾ ഭയങ്കര ഹൈ ഫാറ്റി ഫുഡുള്ളത്, ഹൈ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, ഹൈ സോൾട്ട് ഇൻടേക്ക് ഇതെല്ലാം കുറയ്ക്കുക. അതേപോലെ തന്നെ മധുരങ്ങൾ കൂടെ മധുരം കഴിക്കുക, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സാധാരണ രീതിയിൽ ഒരു മീഡിയം ലെവലിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, പ്രോട്ടീൻ ഇൻടേക്ക് കഴിക്കാം, മധുരങ്ങൾ കുറയ്ക്കാം. അതേപോലെ നമ്മൾ സ്ട്രെസ് ലെവൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്, അഫ്കോഴ്സ് എല്ലാ ലെവൽ മനുഷ്യന്മാർക്കും സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെറിയ സ്ട്രെസ്സുകൾ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത് നോക്കുക, അല്ലെങ്കിൽ അത് വളരെ രീതിയിൽ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോഴും ചില വാദങ്ങളിൽ വാദം കൂടും. എസ്പെഷ്യലി സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലത്തെ വാദങ്ങളിലൊക്കെ സ്ട്രെസ് കൂടുമ്പോൾ അവർ സ്കിൻ മാനിഫെസ്റ്റേഷൻസും ജോയിൻറ്റ് മാനിഫെസ്റ്റേഷൻസ് രണ്ടും കൂടാം. ഇഗെയിൻ ചില വാദങ്ങളിൽ ഗൗട്ട് പോലത്തെ വാദങ്ങളിൽ ആൽക്കഹോൾ ഇൻടേക്ക്, നമ്മൾ ആൽക്കഹോളിക് ബെവറേജസ് അല്ലെങ്കിൽ റെഡ് മീറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് ഭയങ്കരമായി കൂടും. അങ്ങനത്തെ സ്ഥിതിവിശേഷമുള്ളവർക്ക് ഗൗട്ട് എന്ന് പറഞ്ഞ വാദം വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എക്സസൈസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാദത്തിൽ. ബിക്കോസ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജോയിന്റ് മൊബിലിറ്റി ബെറ്റർ ആവും, നമുക്ക് നമ്മുടെ ടയർഡ്നെസ് ബെറ്റർ ആവും, നമ്മുടെ ക്ഷീണം ബെറ്റർ ആവും, ഉണ്ടാവും, നമ്മുടെ മൂഡും എലിവേറ്റഡ് ആവും. സോ എക്സസൈസ് ഓൾവേസ് ഹെൽപ്സ് ഇൻ arthritis.